നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഭരണത്തിന്റെ മറവിൽ കണ്ണൂരിൽ കോൺഗ്രസ് തട്ടിപ്പ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് മുസ്ലിം ലീഗ് UDF-ൽ തമ്മിലടി. മദ്യനികുതി ഇളവ് ബക്കാർഡി കമ്പനിക്ക് വേണ്ടി പിണറായി വിജയൻ ആരോപണം സഭ ടിവിയിൽ നിന്നും നീക്കി. ഖത്തർ ഗ്യാസ് പ്ലാന്റിലെ സ്ഫോടനം മരിച്ചവരിൽ കോഴിക്കോട് സ്വദേശിയും രാജധാനിയും ശതാബ്ദിയും വൈകിയോ എങ്കിൽ സൗജന്യ ഭക്ഷണം. പായയിൽ പൊതിഞ്ഞ വസ്തുവിൽ ദുരൂഹത. 38-ാം നമ്പർ കലറ നാളെ തുറക്കും. കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് ജോർജ് കുര്യൻ. മട്ടന്നൂർ ഉംറ തീർത്ഥാടകരുമായി വിമാനത്താവളത്തിലേക്ക് പോയ ബസിന് തീപിടിച്ചു. പവർ കട്ടിന് കാരണം പസഫിക് സമുദ്രത്തിലെ എൽ നിനോ. വിചിത്രവാദവുമായി മന്ത്രി സണ്ണി ജോസഫ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഭരണത്തിന് മറവിൽ കണ്ണൂരിൽ വൻ തട്ടിപ്പ്. കണ്ണൂരിൽ കോൺഗ്രസ് തട്ടിപ്പാണ്. DCCയുടെ പേരിൽ വ്യാജ സീൽ നിർമ്മിച്ചാണ് വൻ തട്ടിപ്പ് നടന്നത്. 5 പേരിൽ നിന്ന് ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്തായി തട്ടിപ്പ്. സർക്കാർ സർവീസിൽ ജോലി നൽകും എന്ന് പറഞ്ഞ് കക്കാട് മണ്ഡലം സെക്രട്ടറി മുരളിയാണ് പണം തട്ടിയത്. മദ്യ നികുതി ഇളവ് ബക്കാർഡി കമ്പനിക്ക് വേണ്ടി പിണറായി വിജയൻ. UDF സർക്കാർ ആദ്യ ബജറ്റിൽ മദ്യത്തിന് നികുതി ഇളവ് വരുത്തുന്നതിന് സ്വകാര്യ മദ്യക്കമ്പനിയായ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. കേരളത്തിലാകെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയുള്ള നയത്തിൻ്റെ ഭാഗമാണ് മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നത്. ഈ നികുതി ഇളവ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതല്ലെന്നും ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് കർണാടകം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്വകാര്യ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കർണാടകയിലെ മദ്യ കമ്പനിയായ ബർക്കാഡിക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് UDF സർക്കാരിൻ്റെ നികുതി ഇളവിനുള്ള തീരുമാനമെന്ന് പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2023 നികുതി വകുപ്പിന് അപേക്ഷ നൽകുന്നത്. എന്നാൽ അന്നത്തെ സർക്കാർ ഇതിൽ തീരുമാനമെടുത്തിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന മെയ് 21 വെറും 7 ഉദ്യോഗസ്ഥർ ചേർന്ന് ഈ ഫയൽ ശരവേഗത്തിൽ നോക്കി തീർപ്പാക്കിയാണ് ഉണ്ടായത്. ഇത് വ്യക്തമായ അഴിമതിയാണെന്ന് പിണറായി വിജയൻ സഭയെ അറിയിച്ചു. പുതിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ ഫിനാൻസ് ബിൽ ഉണ്ടായിരുന്നില്ല. ബജറ്റ് തയ്യാറാക്കുമ്പോൾ പുതിയ നികുതി നിർദ്ദേശങ്ങളെക്കുറിച്ച് യാതൊരു ആലോചനയും ഇല്ലായിരുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്നാൽ പിന്നീട് സ്വകാര്യ മദ്യ കമ്പനിക്ക് ലാഭം കൊയ്യാൻ വേണ്ടി ഈ നിർദ്ദേശം ബജറ്റിൽ തിരികെ കയറ്റുകയായിരുന്നു. ഈ നീക്കം നമ്മുടെ യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടാൻ മാത്രമേ ഉപകരിക്കൂ. ഇത് നടപ്പിലായാൽ ശീതളപാനീയം പോലെ നാട്ടിൽ മദ്യം സുലഭമാകും. ഇത് നമ്മുടെ നാടിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് അനുവദിക്കാൻ കഴിയില്ല, പിണറായി വിജയൻ പറഞ്ഞു. മദ്യത്തിൻ്റെ നികുതി ഇളവ് സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പവർ കട്ടിന് കാരണം പസഫിക് സമുദ്രത്തിലെ എൽ നിനോ. വിചിത്രവാദവുമായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തുണ്ടായ വൈദ്യുതി ക്ഷാമത്തിനും കറണ്ട് കട്ടിനും കാരണം പസഫിക് സമുദ്രത്തിലെ എൽ നിനോ പ്രതിഭാസമാണെന്ന വിചിത്രവാദവുമായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പീക്ക് അവറുകളിലെ കറണ്ടും കട്ട് എത്രനാൾ തുടരേണ്ടി വരുമെന്ന വിജോയ് MLA ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. എൽ നിനോ പ്രതിഭാസം ശക്തമായതോടെ രാജ്യത്തുടനീളം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായി മന്ത്രി പറഞ്ഞത്. എന്നാൽ നിയന്ത്രണം എന്ന് അവസാനിക്കുന്നുമെന്ന കാര്യത്തിൽ മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. സംസ്ഥാനത്ത് പരമാവധി 4100 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചൂട് കൂടിയതോടെ ഇത് 4900 മെഗാവാട്ടായി ഉയർന്നു. ദിവസേനയുള്ള ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം വായ്പയായി വൈദ്യുതി വാങ്ങിയിരുന്നു. ജൂൺ 14 മുതൽ ഇത് തിരികെ നൽകാമെന്നായിരുന്നു കരാർ. ഈ ബാധ്യത നിലനിൽക്കുന്നതിനാൽ 15 മുതൽ വൈദ്യുതി മടക്കി നൽകി തുടങ്ങി. ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കുറഞ്ഞിട്ടില്ല. അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നു. ആഭ്യന്തര ഉൽപാദനം, കേന്ദ്രവിഹിതം, ദീർഘകാല കരാറുകൾ എന്നിവ വഴി പൂർണ്ണതോതിൽ വൈദ്യുതി ലഭിച്ചിട്ടും ഈ മാസം 16 മുതൽ 30 വരെയുള്ള കാലയളവിൽ പ്രതിദിനം 900 മെഗാവാട്ടിന്റെ കുറവുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നുമുള്ള വൈദ്യുതി ലഭ്യത വെറും 5% ചുരുങ്ങി. ഈ പ്രതിസന്ധികൾ കാരണമാണ് ജൂൺ 16 മുതൽ രാത്രി 9 മണിക്കും 12 മണിക്കും ഇടയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോഡ് ഷെഡുകൾ ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. എന്നാൽ മുൻ വർഷങ്ങളിലും എൽ നിനോ പ്രതിഭാസം ഉണ്ടായിരുന്നെന്നും ആ പ്രതിസന്ധികൾ ഫലപ്രദമായി മറികടക്കാൻ അന്നത്തെ LDF സർക്കാരിന് കഴിഞ്ഞിരുന്നുവെന്നും UR പ്രദീപ് MLA ഓർമ്മിപ്പിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം. സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച മുസ്ലിം ലീഗ് UDF-ൽ തമ്മിലടി.
വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലഹരിയെ കടത്താൻ സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കുമായി മുന്നോട്ടു പോകുമ്പോൾ തന്നെ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത് വൈരുദ്ധ്യമാണെന്ന് അദ്ദേഹം വിമർശിച്ചു. പിറക്കട്ടെ ലഹരിമുക്ത ഗ്രാമങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിലാണ് തങ്ങളുടെ പ്രതികരണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമായി മുന്നോട്ടു പോകുമ്പോഴും ബജറ്റിലെ പുതിയ പ്രഖ്യാപനം ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മദ്യനയത്തിൽ സർക്കാർ സ്വീകരിച്ച തീരുമാനം മുന്നണിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ തീരുമാനമാണിതെന്നും എക്സൈസ് മന്ത്രി പോലും ഇക്കാര്യം അറിഞ്ഞിരിക്കുന്നില്ലെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. ഇതിനു പിന്നാലെ എം ലിജു മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുതിർന്ന നേതാവ് വി.എം. സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ജനാധിപത്യ രീതിയിലല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും തുറന്നടിച്ചു. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി തലത്തിൽ ചർച്ചകളുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. കർണാടകയിലെ മദ്യലോബിയെ സഹായിക്കാനാണ് സർക്കാർ നീക്കമെന്ന് മുൻ മന്ത്രി MP രാജേഷ് ആരോപിച്ചു. ബജറ്റിലെ മദ്യ നയത്തിനെതിരെ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മദ്യനികുതി ഇളവ് ബഖാർഡി യുക്കിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അഴിമതി ആരോപണം സഭ ടിവിയിൽ നിന്ന് നീക്കി നടപടി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF സർക്കാർ മദ്യനികുതിയിൽ ഇളവ് വരുത്തിയത് സ്വകാര്യ മദ്യ കമ്പനിയായ ബഖാർഡിക്കു വേണ്ടിയാണെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണം സഭ ടിവിയിൽ നിന്ന് നീക്കി. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി V.D. സതീശന്റെ ആവശ്യപ്രകാരം അഴിമതി ആരോപണം സഭ ടിവി പിൻവലിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം സാധാരണക്കാർക്ക് ഗുണമുണ്ടാക്കുന്നതല്ലെന്നും കർണാടകയിലെ മദ്യ കമ്പനിയായ ബഖാർഡിയാണ് ഇതിന്റെ ഗുണഭോക്താവെന്നും പിണറായി സഭയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുകയാണ്. നാടിന് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന നീക്കമാണിത്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലഹരിയിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണ് UDF സർക്കാരിൻ്റെതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ അടിയന്തര പ്രമേയം അനുവദിക്കാനാവില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ഇതേ തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭാ കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വീണ്ടും പാർലമെന്റിലേക്ക് പരിഗണിക്കാതിരിക്കുന്നതോടെയാണ് രാജി. ജോർജ് കുര്യന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. പാർട്ടി സംഘടനാ രംഗത്തേക്ക് മടങ്ങുമെന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരം. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് ജോർജ് കുര്യനെ ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകളുടെ സഹമന്ത്രിയായി നിയമിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മത്സരിച്ചെങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ കനത്ത പരാജയത്തിലേക്ക് തള്ളിയിട്ടിരുന്നു. പായയിൽ പൊതിഞ്ഞ വസ്തുവിൽ ദുരൂഹത. 38 നമ്പർ കല്ലറ നാളെ തുറക്കും. കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ബുധനാഴ്ച കല്ലറ പരിശോധന നടത്തും. RDOയുടെ അനുമതി ലഭിച്ചതോടെയാണ് നടപടി. രാവിലെ 11-നാണ് കല്ലറ തുറക്കുക. ഈ മാസം 13-നാണ് പള്ളി സെമിത്തേരിയിലെ കല്ലറ മറ്റൊരു മൃതദേഹം അടക്കം ചെയ്യുന്നതിനായി തുറന്ന സമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹത്തിന് സമാനമായ വസ്തു പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പള്ളി അധികൃതർ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. സംസ്കാരവുമായി ബന്ധപ്പെട്ട പള്ളി രേഖകൾ പരിശോധിച്ചുവെങ്കിലും ദുരൂഹത നിലനിൽക്കുകയാണ്. പോലീസ് അനുമതിയോടെ കല്ലറ അടച്ച് സെമിത്തേരി പൂട്ടി. 38 നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് പെട്ടിയിൽ അടക്കം ചെയ്ത നിലയിൽ ഒരു മൃതദേഹവും പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു വസ്തുവും കണ്ടത്. ക്രിസ്തീയ ആചാരപ്രകാരം പായയിൽ പൊതിഞ്ഞ മൃതദേഹം സംസ്കരിക്കാറില്ല. കല്ലറയിൽ അടക്കം ചെയ്തവരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ പായയിൽ കണ്ട മൃതദേഹം സംബന്ധിച്ച വിവരം ലഭിച്ചില്ല. കുടുംബ കല്ലറയിലല്ലാത്ത ഈ പള്ളിയിൽ 2019 ശേഷം സെമിത്തേരി നവീകരിച്ചിരുന്നു. അതിനുശേഷം കല്ലറകളുടെ നമ്പറുകളിൽ മാറ്റം വന്നു. വാണിയപ്പാറയിൽ വെച്ച് കാണാതായെന്ന് സംശയിക്കുന്ന കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോ സക്രിയുടെ ബന്ധുക്കൾ വിഷയത്തിൽ സംശയം ഉന്നയിച്ചിട്ടുണ്ട്. മട്ടന്നൂരിൽ ഉംറ തീർത്ഥാടകരുമായി വിമാനത്താവളത്തിലേക്ക് പോയ ബസ്സിന് തീപിടിച്ചു. മട്ടന്നൂരിൽ ഉംറ തീർത്ഥാടകരുമായി വിമാനത്താവളത്തിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിന് തീപിടിച്ചു. മട്ടന്നൂർ ശിവപുരത്ത് ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. 42 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. മാനന്തവാടിയിൽ നിന്നും ഉംറ തീർത്ഥാടകരുമായി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിനാണ് തീപിടിച്ചത്.
ബസ് ശിവപുരം ടൗണിലെത്തിയപ്പോൾ പുക വരുന്നത് കണ്ട് ഡ്രൈവർ ബസ് നിർത്തുകയായിരുന്നു. ഉടൻ തന്നെ ബസ്സിലെ യാത്രക്കാരെ ഇറക്കുകയും ബാഗുകളും മറ്റും നീക്കം ചെയ്യുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായി. വിവരം അറിയിച്ചതിനെ തുടർന്ന് മട്ടണിൽ നിന്നും അഗ്നിശമന വിഭാഗവും നാട്ടുകാരും ചേർന്ന് തീയണച്ചെങ്കിലും ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. തീപിടുത്തത്തിൽ ബസ്സിന് സമീപമുണ്ടായിരുന്ന 2 കടകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സമീപത്തെ ബേക്കറിയുടെയും ഫ്രൂട്ട്സ് കടയുടെയും നെയിം ബോർഡിനും മുസ്ലിം ലീഗ് ഓഫീസിന്റെ ജനലിനും കേടുപാടുകൾ സംഭവിച്ചു. 2 ബസ്സുകളിലായാണ് ഉംറ തീർത്ഥാടകർ കണ്ണൂർ വിമാനത്തിലേക്ക് പുറപ്പെട്ടത്. അപകടത്തിന് ശേഷം യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ വിമാനത്താവളത്തിലെത്തിച്ചു. മഞ്ഞൾ കൃഷി തുടങ്ങി. കണ്ണൂർ നഗരത്തിൽ വർഷങ്ങളായി കാട് പിടിച്ച് കിടന്ന സ്ഥലം കൃഷിയോഗ്യമാക്കി മഞ്ഞൾ കൃഷി ആരംഭിച്ചു. കണ്ണൂർ വലിയവളപ്പ് കാവിന് സമീപത്തെ 15 സെന്റ് സ്ഥലത്താണ് APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മഞ്ഞൾ കൃഷി തുടങ്ങിയത്. മുണ്ടേരി സ്വദേശി രത്നാകരൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പ്രദേശത്ത് ഇത്തരം സ്ഥലം കണ്ടെത്തി കൃഷി യോഗ്യമാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കിയാണെന്നും കാട് പിടിച്ച് കിടക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ഉടമസ്ഥർ വൃത്തിയാക്കിയില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാട് കളയാനാവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടെന്നും മേയർ പറഞ്ഞു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിഷ ദീപക്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജുൽ മാക്കുറ്റി, ലൈബ്രറി സെക്രട്ടറി PK ബൈജു, രത്നാകരൻ മുണ്ടേരി എന്നിവർ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾ ദിവസേന വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിഷാ ദീപക്കിൻ്റെ വാർഡിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി അതിന് രത്നാകരനെയും കുടുംബത്തെയും അഭിനന്ദിക്കുകയാണ്. കാരണം അത് വൃത്തിയാക്കാനുള്ള മനസ്സും അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് വൃത്തിയാക്കി കൃഷിക്ക് അനുയോജ്യമായ തരത്തിൽ നല്ല ഒരു സ്ഥലമാക്കി മാറ്റിയതിന് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കോർപ്പറേഷൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ മീറ്റിംഗ് നടത്തുകയാണ്. കൂടുതൽ പറയാനില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏതായാലും നട്ടിട്ട് നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇടക്കിടക്ക് വിളവെടുക്കാൻ നമ്മൾ വരും, നോക്കാൻ നമ്മൾ വരും. അപ്പോൾ അത് ചെയ്യും. ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളതാണ്. കാരണം ഞങ്ങളിത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൗൺ പ്രദേശങ്ങളിലൊക്കെ ആരും മൂടിക്കിടക്കുന്ന സ്ഥലം അതിൻ്റെ സ്ഥല ഉടമയെ കണ്ടെത്തി അവിടെ അവരുമായി സംസാരിച്ച് ധാരണയാക്കിയിട്ട് അത് വൃത്തിയാക്കുകയും അവിടെ എന്തെങ്കിലും കാർഷികപരമായിട്ടുള്ള ഒരു പ്രവൃത്തി നടത്തണമെന്ന്. രാജധാനിയും ശതാബ്ദിയും വൈകിയോ എങ്കിൽ സൗജന്യ ഭക്ഷണം. ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം ട്രെയിനുകളായ രാജധാനി, ശതാബ്ദി, ദുരന്തോ എന്നിവ 2 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണം നൽകാൻ IRTC മാർഗനിർദ്ദേശം. ട്രെയിൻ വൈകുന്ന സമയക്രമം അനുസരിച്ചാൽ പ്രാതൽ, ഉച്ചഭക്ഷണം, അത്താഴം, ചായ അല്ലെങ്കിൽ ലഘുഭക്ഷണം എന്നിവയാണ് യാത്രക്കാർക്ക് സൗജന്യമായി ലഭിക്കുക. യാത്രക്കാരുടെ തുടക്കത്തിൽ ബിസ്ക്കറ്റും ചായയും അല്ലെങ്കിൽ കാപ്പിയും നൽകും. പ്രാതലിനോ വൈകുന്നേരത്തെ ചായക്കോ 4 സ്ലൈഡ് ബ്രെഡ്, ബട്ടർ, 200 മില്ലി ഫ്രൂട്ട് ജ്യൂസ്, ചായ അല്ലെങ്കിൽ കാപ്പി എന്നിവ ലഭിക്കും. ഉച്ചഭക്ഷണത്തിന് അത്താഴത്തിനും ചോറിനൊപ്പം കടലക്കറിയോ പരിപ്പ് കറിയോ ആണ് നൽകുക. അതല്ലെങ്കിൽ മിക്സഡ് വെജിറ്റബിൾ കറിയും അച്ചാറും അടങ്ങിയ പൂരിയും ലഭ്യമാക്കും. ഭക്ഷണത്തോടൊപ്പം പഞ്ചസാരയും മിൽക്ക് ക്രീമറും പ്രത്യേകം നൽകും. ട്രെയിൻ 3 മണിക്കൂറിലധികം വൈകിയോ റൂട്ട് മാറ്റുകയോ ചെയ്താൽ യാത്രക്കാർക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മുഴുവൻ തുകയും റീഫണ്ട് വാങ്ങാനും വ്യവസ്ഥയുണ്ട്. ഓൺലൈൻ ടിക്കറ്റുകൾക്ക് ബുക്ക് ചെയ്ത അക്കൗണ്ട് വഴിയും കൗണ്ടർ ടിക്കറ്റുകൾ നേരിട്ടും റീഫണ്ട് ലഭ്യമാകും. ദീർഘനേരം ട്രെയിൻ വൈകുന്ന സാഹചര്യങ്ങളിൽ യാത്രക്കാരുടെ സൗകര്യാർത്ഥം റെയിൽവേ സ്റ്റേഷനുകളിലെ വെയിറ്റിംഗ് റൂമുകളിൽ സൗജന്യമായി ഉപയോഗിക്കാം. രാത്രി വൈകി യാത്ര ചെയ്യുന്നവർക്കായി സ്റ്റേഷനുകളിലെ ഭക്ഷണശാലകൾ കൂടുതൽ സമയം തുറന്നു പ്രവർത്തിക്കാനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സുരക്ഷ ഉറപ്പാക്കാനും റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാൻസ് മത്സരം ഞായറാഴ്ച അപേക്ഷ ക്ഷണിച്ചു. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള മത്സരം 28-ന് നടക്കും. രാവിലെ 9 മണി മുതൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലാണ് മത്സരം. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയിൽ സിംഗിൾ ഇനത്തിലും സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി, നാടൻപാട്ട്, ഗാനസദസ്സ്, കോൽക്കളി എന്നിവയിൽ ഗ്രൂപ്പ് ഇനത്തിലുമാണ് മത്സരം. 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ നൽകും. 15 വയസ്സ് വരെ
16, 25, 25 വയസ്സിന് മുകളിൽ എന്നീ കാറ്റഗറിയിലാണ് മത്സരം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9443723236 9522779305 9446947693 9895963172 നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പുകാവ് റോഡിലെ ലൈബ്രറിയിലും പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഖത്തർ ഗ്യാസ് പ്ലാന്റിലെ സ്ഫോടനം, മരിച്ചവരിൽ കോഴിക്കോട് സ്വദേശി. ഖത്തറിലെ വ്യാവസായിക മേഖലയായ റാസ് ലൗഫനിലെ ബാർസാൻ ഗ്യാസ് വിതരണ പ്ലാന്റിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരിൽ കോഴിക്കോട് സ്വദേശിയും നാദാപുരം പുറമേരി സ്വദേശി അർജുൻ കളരിയുള്ളതിൽ 30 ആണ് മരിച്ചത്. കളരിയുള്ളതിൽ ബാബുവിൻ്റെ മകനാണ്. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിൽ അയക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ വരികയാണ്. അപകടത്തിൽ മരിച്ച 12 ഇന്ത്യക്കാരിൽ മറ്റുള്ളവർ തമിഴ്നാട്, ഗുജറാത്ത്, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് സ്വദേശികളാണ്. സാങ്കേതിക തകരാറാണ് സ്ഫോടനത്തിന് കാരണമായതെന്നാണ് ഔദ്യോഗിക വിവരം. സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു, 66 പേർക്ക് പരിക്കേറ്റു. US ഇറാൻ ആക്രമണത്തിൻ്റെ കഴിഞ്ഞ മാർച്ച് 2 റാസ് ലഫാൻ പ്ലാന്റിന് നേരെ ഇറാൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടം നേരിട്ടതിനെ തുടർന്ന് ഖത്തർ താൽക്കാലികമായി ഗ്യാസ് ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയാണ്. ദോഹയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ റാസ് ലഹാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ ആഭ്യന്തര ഗ്യാസ് വിതരണ കേന്ദ്രമാണ് ബാർസാൻ പ്ലാന്റ്. ഞായറാഴ്ച രാത്രിയോടെയാണ് തീപിടുത്തവും തുടർന്ന് വൻ സ്ഫോടനവും ഉണ്ടായത്. അപകടകരമായ വാതക ചോർച്ചയോ പരിസ്ഥിതി മലിനീകരണ ഭീഷണിയോ ഇല്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ ആകാശത്തേക്ക് ഉയർന്ന തീജ്വാലകളും പുകപടലങ്ങളും 20 കിലോമീറ്റർ അകലെ വരെ ദൃശ്യമായിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദ് വാർത്ത സമാപിച്ചു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.